യുവതലമുറയെയും പരിചയസമ്പന്നരെയും ഒരുപോലെ കളത്തിലിറക്കിയിരിക്കുകയാണ് LDF. തിരുവനന്തപുരം മലയൻകീഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന എസ് സുരേഷ് ബാബുവാണ്. 2014 ഡിവൈഎഫ്ഐയുടെ വിളപ്പിൽ ബ്ലോക്ക് കമ്മിറ്റി അമ്മ ചാരിറ്റബിൾ ട്രസ്റ്റിൽ യൂണിറ്റ് കമ്മിറ്റികളുടെ കരുത്തിൽ തുടങ്ങിയ ഒരു നേരത്തെ ഭക്ഷണ വിതരണം. ആ ആശയമാണ് ഹൃദയപൂർവ്വം എന്ന മനോഹര പദ്ധതിക്ക് പ്രചോദനമായത്. അന്ന് ഡിവൈഎഫ്ഐ വിളപ്പിൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ അമരക്കാരനായിരുന്ന എസ് സുരേഷ് ബാബുവാണ് ഇത്തവണ മലയൻകീഴ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ മത്സരിക്കുന്നത്. മലയൻകീഴ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്ന സുരേഷ് ബാബു മുന്നോട്ട് വയ്ക്കുന്നത് ഹാപ്പിനെസ് വില്ലേജ് പ്രോജക്റ്റ് അടക്കം നല്ല മാതൃകകളാണ്. വീണ്ടും വിജയം കൈവരിക്കുകയാണെങ്കിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് സുരേഷ് ബാബുവിന്റെ തീരുമാനം. പ്രധാനമായും ഗ്രാമപഞ്ചായത്തിന് വൈസ് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിനകത്ത് ഹാപ്പിനെസ് ഗ്രാമം സൃഷ്ടിക്കപ്പെടാൻ വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം നടത്തി. അത് വലിയ വിജയകരമായി മാറുകയും ചെയ്തു. നമ്മുടെ ആ ഗ്രാമപഞ്ചായത്ത് മേഖലയ്ക്കകത്ത് കുളങ്ങൾ നവീകരിക്കപ്പെട്ടുകൊണ്ട് പാർക്കുകളാക്കി മാറ്റുന്ന രൂപത്തിലേക്കുള്ള വലിയ പദ്ധതി നടപ്പാക്കി. അതുപോലെ തന്നെ ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷ ഗവൺമെന്റിന്റെയും ബഹുമാനപ്പെട്ട MLA ഒക്കെ തന്നെ പിന്തുണയോടുകൂടിയുള്ള നവീനമായ പ്രവർത്തനങ്ങൾക്ക്, വൈവിധ്യമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുമെന്ന് ഉറപ്പു നൽകുകയാണ്. ഭരണകാലയളവിൽ നടപ്പിലാക്കിയ വികസന മാതൃകകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കരുത്താകുമോ എന്ന് കാത്തിരുന്നു കാണണം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.